കോഴി വളർത്തൽ തൊഴിലായി സ്വീകരിച്ച കേരളത്തിലെ ലക്ഷക്കണക്കിന് കോഴി കർഷകർ ആത്മഹത്യയുടെ വക്കിലാണെന്ന് കേരള പൗൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ. കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോഴിയിറച്ചി ഉപയോഗിക്കുന്ന സംസ്ഥാനമായിട്ടും ഈ മേഖലയെ സർക്കാർ അവഗണിക്കുകയാണെന്നും നിലനിൽപ്പിനായി പ്രക്ഷോഭത്തിന് ഇറങ്ങേണ്ട സ്ഥിതിയാണെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞു. കേരള പൗൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ലീഡേഴ്സ് ക്യാമ്പിന് ശേഷം സംസാരിക്കുകയായിരുന്നു സംസ്ഥാന ഭാരവാഹികൾ. ആലുവ YMCA ഗസ്റ്റ് ഹൗസിലാണ് കേരള പൗൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ലീഡേഴ്സ് ക്യാമ്പ് നടന്നത്. സംസ്ഥാനത്തെ കോഴി കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ക്യാമ്പിൽ ചർച്ച ചെയ്തു. അയൽ സംസ്ഥാനങ്ങളിൽ കോഴി വളർത്തലിനെ കൃഷിയായി അംഗീകരിച്ചുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും നൽകുമ്പോൾ നമ്മുടെ സർക്കാർ ലൈസൻസ്, കെട്ടിട നികുതി, ആഡംബര നികുതി, ലേബർ സെസ് തുടങ്ങിയവയുടെ പേര് പറഞ്ഞ് കർഷകരെ ചൂഷണം ചെയ്യുകയാണെന്ന് കേരള പൗൾട്രി ഫാംസ് അസോസിയേഷൻ സംസ്ഥാന നേതാക്കൾ പറഞ്ഞു. കോഴിക്കുഞ്ഞുങ്ങൾ, തീറ്റ, മുട്ട തുടങ്ങിയവ ഇപ്പോഴും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട സ്ഥിതിയാണ്. ഈ മേഖലയിൽ നിന്ന് മാത്രം കോടിക്കണക്കിന് രൂപ സർക്കാരിന് നികുതിയായി ലഭിക്കുന്നു. നമ്മുടെ സംസ്ഥാന മാംസ്യാഹാര പ്രിയർക്ക് കുറഞ്ഞ വിലയിൽ കോഴിയിറച്ചി ലഭ്യമാക്കണമെന്നാണ് സംഘടനയുടെ ആഗ്രഹം. തമിഴ്നാട്ടിലെ സമരങ്ങൾ മൂലം ഇനിയും വില വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാണെന്ന് ലീഡേഴ്സ് ക്യാമ്പ് വിലയിരുത്തി. ഈ സാഹചര്യത്തിൽ കോഴി കർഷകരെ പ്രോത്സാഹിപ്പിക്കണമെന്നും അല്ലെങ്കിൽ നിലനിൽപ്പിനായി സമരം ചെയ്യേണ്ട സ്ഥിതിയാണെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ യാത്രയിൽ കേരളത്തിലുടനീളമുള്ള കോഴി കർഷകർ 724 അപേക്ഷ ഈ രംഗത്ത് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള യാത്രയിൽ അദ്ദേഹത്തിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അതിനൊന്നും കാര്യമായ ഒരു പരിഗണന പോലും ഉണ്ടായിട്ടില്ല എന്ന സത്യം ഞങ്ങളുടെ വിനയപൂർവ്വം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരത്തിൽ കേരളത്തിലെ കോഴി കർഷകരെ ഞെക്കിക്കൊല്ലുന്ന രീതിയിൽ നിലവിലുള്ള ഗവൺമെൻറ്റും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോവുകയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് ഈ സംസ്ഥാന എക്സിക്യൂട്ടീവ് ക്യാമ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത ആഴ്ചയിൽ തന്നെ, ഏതാനും ദിവസത്തിനുള്ളിൽ തന്നെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ നിയമസഭയുടെ അവസാന സമ്മേളനം സെഷൻ നടക്കാൻ പോവുകയാണ്. ആ സമ്മേളന സെഷനിലും ഞങ്ങളുടെ കാര്യങ്ങൾ, ഞങ്ങൾ മുമ്പ് നൽകിയ നിവേദനങ്ങളും ഞങ്ങളുടെ റിക്വസ്റ്റും അനുഭാവപൂർവ്വം പരിഗണിക്കുന്നില്ലെങ്കിൽ തുടർന്നുള്ള സമര പരിപാടികളുമായി കേരളത്തിലെ കോഴി കർഷകർ ഇറങ്ങേണ്ടി വരും. ഞാൻ KT ഉമ്മർ, അഡ്വക്കേറ്റ് പെരിന്തൽമണ്ണ, KPF-യുടെ സംസ്ഥാന ലീഗൽ അഡ്വൈസർ. തന്നെ കോഴി വളർത്തുന്ന കർഷകരെ കോഴി കർഷകരായി കണ്ടുകൊണ്ട് ഈ മറ്റു കർഷകർക്ക് ലഭ്യമാക്കുന്ന അതേ ആനുകൂല്യങ്ങൾ ഈ കോഴി കർഷകർക്കും ലഭ്യമാക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രത്യക്ഷമായ ഈ ഫാമുകൾ അടച്ചുകൊണ്ടും മറ്റ് സമരങ്ങളുമായിട്ടുള്ള ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വരുന്ന ആളുകളിൽ കോഴി ഇറച്ചിക്ക് വില വർദ്ധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സമരം കേരളത്തിൽ കാണാൻ വേണ്ടി പോകുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ഒരു തീരുമാനവുമായിട്ടായിരിക്കും നമ്മൾ ഈ ക്യാമ്പ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നത് എന്നുകൂടെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ഈ കോഴി കർഷകരെ സംരക്ഷിക്കുന്ന സമീപനത്തിലേക്ക് ഗവൺമെന്റ് തയ്യാറായി വരണം. ഈ 14 ലക്ഷത്തോളം കുടുംബങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ ഒരു വോട്ടിംഗ് ബാങ്കാണ് ഈ കോഴി കർഷകർ എന്ന് പറയുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്നുള്ള വലിയ വില കൂടിയ ഒരു തീരുമാനത്തിലേക്ക് വരെ ഈ കേരള പൗൾട്രി ഫാം അസോസിയേഷന്റെ കീഴിലുള്ള ഈ ഒരു സംഘടന മുന്നോട്ട് പോകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ക്യാമ്പ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആലുവ YMCA ഗസ്റ്റ് ഹൗസിൽ കേരള പൗൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ലീഡേഴ്സ് ക്യാമ്പ് MLA അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ കോഴി കർഷകരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് സബ്മിഷൻ ഉന്നയിക്കുമെന്ന് MLA പറഞ്ഞു. മറ്റുള്ള സ്റ്റേറ്റുകളെല്ലാം കോഴി വളർത്തലിനെ കൃഷിയാക്കി മാറ്റിയപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ അത് മാറ്റാത്തത് തീർച്ചയായിട്ടും അത് നിങ്ങളോട് ചെയ്യുന്ന ഒരു നീതികേടാണ്. അത് തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇതിന്റെ നോട്ട് തയ്യാറാക്കി, നിങ്ങളുടെ എന്തൊക്കെയാണ് ഇഷ്യൂ എന്നുള്ള നോട്ട്, പ്രധാനപ്പെട്ട ഇഷ്യൂ ഇതാണല്ലോ, ഒരു നോട്ട് തയ്യാറാക്കി എനിക്ക് തന്നാൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവസരം കിട്ടിയാൽ നിങ്ങളുടെ ഈ വിഷയം സഭയുടെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധയിൽപ്പെടും. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഹുസൈൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് ഡോക്ടർമാരായ നൌഷാദ് അലി, സുധി, രജീഷ്, റാണ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖാദർ അലി വറ്റലൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ഉമ്മർ KT മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ഭാരവാഹികളായ സേതു മണലായ, തമ്പി എറണാകുളം, ഷബീർ പുളിങ്കാവ്, ഹംസ പന്തല്ലൂർ, സജീവൻ പെരുമ്പാവൂർ, എൽദോസ് എറണാകുളം, ലത്തീഫ് മണ്ണാർമല, ബിജുപാൽ തൃശൂർ, രവി പാലക്കാട്, മുഹമ്മദ് അലി നാലകത്ത്, മറിയക്കുട്ടി കോഴിക്കോട്, സ്വാഗത സംഘം ചെയർമാൻ ഉമ്മർ ഹാജി, കൺവീനർ സലീം മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. AKM അഷ്റഫ് MLA പ്രസിഡന്റും ഖാദർ അലി വറ്റലൂർ ജനറൽ സെക്രട്ടറിയുമായി പുതിയ സംസ്ഥാന കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം.
ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.